ഇയാടെ കണ്ണി കുരുവോ? ഞാൻ ഇവിടെ നിൽക്കുന്ന കണ്ടില്ലയോ? എന്നെ മനസ്സിലായോ? പിന്നെ കണ്ടോന്നെ മനസ്സിലായി. മമ്മൂട്ടിയാണല്ലോ വന്നിരിക്കണത്. കാവേരി എന്ന് പറയുന്ന ഒരാളെ അറിയാവോ? അറിയാം. അവിടെ ആങ്ങളെയാ ഞാൻ. അപ്പൊ അറിയത്തില്ല. എന്തോ പറഞ്ഞത്? കാവേരി അറിയത്തില്ലെന്ന്. അപ്പൊ പ്രണയത്തിന്റെ പേരിൽ നീ അവളെ കബളിപ്പിക്കുകയായിരുന്നല്ലോ. ആരാ കബളിപ്പിച്ചത്? കബളിപ്പിക്കുകയല്ലായിരുന്നോ? എനിക്ക് ആ കൊച്ചിനെ അറിഞ്ഞൂടാ. പിന്നെ എങ്ങനെയാണ് കബളിപ്പിക്കുന്നത്? അത് എന്തൊരു വർത്താനം അത്. രാവിലെ ഞാനായത് കാവേരി. നീ എന്തുവാടി ഈ കത്തി വേഷത്തിൽ വന്നേക്കുന്നത്? നീ അല്ലേ പറഞ്ഞ ഇവിടുത്തെ ഓണറിന് പ്രശ്നമാണ്, പിന്നെ നിന്റെ സുനിക്ക് പ്രശ്നമാണെന്ന്. അതുകൊണ്ട് അമ്മയുടെ മുടിയും അച്ഛന്റെ ഷർട്ടും ഒക്കെ ഇട്ടുണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എന്തൊക്കെ പറഞ്ഞാലും പറവൂർ ഭരതന്റെ ഫിഗറും ലേഡീസ് ബാഗും. ഇതെന്തടി ഇത്? ഇതിനെ കണ്ടുപിടിക്കും. നീ ഇറങ്ങി പോവാൻ നോക്ക്. അങ്ങനെ ഞാൻ പോകത്തില്ല. നമ്മുടെ ലൈൻ വീട്ടിൽ പിടിച്ച് നീ വന്നില്ലെങ്കിൽ ഒറ്റയ്ക്ക് ഞാൻ കടലിൽ കാടിച്ചാവും. കാവേരി നീ ഒന്ന് അടങ്ങ്. രാഹുലിന്റെ മാവേരാ? രാഹുലിന്റെ മുത്താരാ? രാഹുലിന്റെ പൊന്നാരാ? മുതുകണ്ട കിടന്ന് കാണിക്കുന്ന കണ്ട. നീ താണ്ട പിണങ്ങരുത്. എനിക്ക് നിന്നോട് സ്നേഹക്കുറവൊന്നും ഇല്ലടി മുത്തേ. സത്യം. നെറ്റെന്ന വല വലയില് കുരുങ്ങിയ മീൻ തന്നെ ഇര. ഡേ ഇൻ ഡേ ഔട്ട് ടെക്സ്റ്റിംഗ് ബ്രൗസിംഗ് അഡിക്ഷന്റെ കാര്യത്തിൽ നീ തന്നെ ഇര. ആപ്പിന്റെ ലോകത്തെ വീഴല്ല നീ, ഇരിക്കുന്ന കൊമ്പിന് വെട്ടല്ല നീ. ഫോണെടുത്ത് ലോക്ക് തുറന്നെടുക്കുന്ന ടൈം തൊട്ട് ലോക്കായതാരാണ്? നീയാ. രാഹുലേ! അയ്യോ ദാ ബൈക്ക് വന്നത് കണ്ടോ? രാഹുലെന്ന് വിളിച്ചത്. ബൈക്ക് വരുന്നതിനെ രാഹുലിനാന്ന് വിളിക്കുന്നത്? ശരി അല്ല, മറ്റേ സുനി വന്നത്. നീ ഒന്ന് ഇറങ്ങി പോവാൻ നോക്കി എങ്ങോട്ടെങ്കിലും. രാഹുൽ നീ എന്തിനാ പേടിക്കുന്നത്? ഞാൻ വേഷം മാറി വന്നപ്പോ നിനക്ക് മനസ്സിലായില്ലല്ലോ. ഇതിന് ശബ്ദത്തിൽ പിടിക്കും. ശബ്ദം ഞാൻ ഗാംഭീര്യത്തിലാക്കിക്കോളാം. ഈ നടത്തേല് പിടിക്കും. നടത്തേ ഞാൻ ഗാംഭീര്യത്തിലാക്കിക്കോളാം. ടെൻഷൻ ആകാതെ നീ എന്റെ പുറകിൽ ഒളിച്ചോ. സുനി അല്ല അവന്റെ അപ്പാപ്പനെ വരെ ഞാൻ പറ ഉറപ്പിക്കും. രാഹുലേ! രാഹുൽ എവിടെ? രാഹുൽ ഇവിടെ ഇല്ല. രാഹുലെ ഞാൻ എല്ലാം അറിഞ്ഞടാ. കംപ്ലീറ്റ് അറിഞ്ഞ്. ഞാൻ പറഞ്ഞില്ലേ എല്ലാം അറിഞ്ഞ്. എടാ നീ നിന്റെ മാമന്റെ മോനും കൂടെ കുടിച്ചു കൂത്താടാനാണ് നീ ഇന്ന് ജോലിക്ക് പോകാതെ ഇവിടെ കള്ളം അടിച്ച് നടന്നതല്ലേ? മാമന്റെ മോനോ? ഓ നിന്റെ വൈക്കത്തുള്ള മാമന്റെ മോൻ വന്നെന്ന് അറിഞ്ഞു. ഏത് വായിക്കത്തുള്ള അല്ല നിന്റെ വൈക്കത്തുള്ള മാമന്റെ മോൻ വന്നെന്ന് അറിഞ്ഞു. എവിടെ? കണ്ടുപിടിച്ച് കളഞ്ഞല്ല. സാമ്പാർ വെച്ച് പോയി. ഇല്ലായിരുന്നെങ്കിൽ കിഴങ്ങെന്ന് പറഞ്ഞ് അവനെടുത്തിടായിരുന്നു. മീശളിയ അളിയുടെ പേരെന്തോന്ന്? സൂര്യ. വിജയ്. ഞാൻ വിജയ് ഫാനാ. വിജയുടെ മൊത്തം പേരെന്താണ്? വിജയ് സേതുപതി. പരിചയമുള്ള ശബ്ദത്തോടെ. ഈ സേതുപതി എന്ന് പറഞ്ഞാലേ തിരുപ്പതിയുടെ അപ്പുറത്തുള്ള സ്ഥലത്തിന്റെ പേരല്ലേ? അതെ. വീണ്ടും കണ്ടുപിടിച്ച് കളഞ്ഞല്ലോ. അളിയന്റെ അളിയൻ വന്ന സ്ഥിതിക്കും എനിക്കിന്ന് ശമ്പളം കിട്ടിയ വകയായിട്ടും നമുക്ക് ഇവിടെ നിന്ന് അടിച്ചു പൊളിക്കണം. അപ്പൊ ആ ചെലവ് അടുത്ത റെന്റിന്റെ കൂടെ കൂട്ടത്തിൽ കൊടുക്കുമായിരിക്കല്ലോ. എന്നെ തന്നെ ഞാൻ അള്ളും. നമുക്ക് അടിക്കണ്ടേ സാധനം? പോയി അടി. ആരും നിന്നെ മൈൻഡ് പോലും ചെയ്യണില്ല. നീ എന്തോ ഈ കിടന്ന് കാണിക്കണേ? ക്യാരക്ടർ മെയിൻറ്റെയിൻ ചെയ്തു. ക്യാരക്ടർ നീ ഞാൻ പറഞ്ഞു നീ പോ. ഞാൻ പോകത്തില്ല. എനിക്ക് വീട്ടിൽ നീ അങ്ങനെയാണെങ്കിൽ അണ്ണാന്ന് വിളിച്ച് കൂടെ നിന്നാ മതി. രാഹുലേ അണ്ണാ രാഹുൽ അണ്ണാ എടാ രാഹുൽ അണ്ണാ ആരെങ്കിലും ഒരാൾ മെനക്കെടുത്തിക്കാതെ നീ വന്നാ മതി. അവൻ വിളിക്കുവാണെങ്കിൽ മാത്രം പോയാ മതി. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.